കോന്നിയിൽ ഇപ്പോൾ ഒരു മത്സരം ഫീൽ ചെയ്യുന്നില്ല. കോന്നിയിൽ വലിയ മാർജിനിൽ വിജയിക്കും. ഒരു തിരുവല്ലയിൽ നിന്ന് വന്ന അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് തിരുവല്ലയിൽ നിന്ന് വന്ന് ഒരു 70 ആളുകൾ വന്ന് ഇവിടെ ഒരു 2 വീലർ റാലി സംഘടിപ്പിച്ചതിനപ്പുറത്തേക്ക് ഇതുവരെ കോന്നി അങ്ങനെ ആയിരുന്നില്ല. അത് LDF സ്ഥാനാർത്ഥിയുടെ പ്രതികരണമല്ലേ, ജനത്തിൻ്റെ അല്ലല്ലോ. ജനങ്ങളൊന്നും അവിടെ വോട്ട് ചെയ്യുന്നത്. സ്ഥാനാർത്ഥികൾക്ക് എല്ലാവർക്കും ശുഭപ്രതീക്ഷയുണ്ടെന്നല്ല പറയുന്നത്. തിരുവല്ലയിൽ നിന്നല്ല, കോന്നിയിലെ തന്നെ തിരുവല്ലയിൽ നിന്ന് വരേണ്ട കാര്യമില്ല. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പത്തനംതിട്ട ജില്ലയിൽ രാഷ്ട്രീയ പോരാട്ടം കടുക്കുകയാണ്. പ്രമുഖ മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കോന്നി സിറ്റിംഗ് MLA KU ജനീഷ് കുമാറും UDF സ്ഥാനാർത്ഥി സതീഷ് കൊച്ചുപറമ്പിലും തമ്മിലുള്ള വാക്പോര് മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് ചൂട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കോന്നിയിൽ LDF സ്ഥാനാർത്ഥി KU ജനീഷ് കുമാർ ആവേശകരമായ പ്രകടനത്തോടെയാണ് പത്രിക സമർപ്പിച്ചത്. മണ്ഡലത്തിൽ തനിക്ക് എതിരാളികളില്ലെന്നും വികസന തുടർച്ച വോട്ടർമാർ ഉറപ്പാക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കോന്നിയിൽ ഇപ്പോൾ ഒരു മത്സരം ഫീൽ ചെയ്യുന്നില്ല. കോന്നിയിൽ വലിയ മാർജിനിൽ വിജയിക്കും. പ്രവർത്തകരും ബഹുജനങ്ങളുമാകെ ഒരു നല്ല ആവേശത്തിലാണ്. കോന്നിയിൽ ഉണ്ടായിട്ടുള്ള ആ മാറ്റം വളരെ വലുതായിരുന്നു. കോന്നി 50 വർഷമായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള നിരവധി കാര്യങ്ങളാണ് വളരെ വേഗം യാഥാർത്ഥ്യമായിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം തുടരണം എന്ന് കോന്നി ആഗ്രഹിക്കുന്നു എന്നാണ് ഈ ചെറിയ ദിവസത്തെ പ്രചരണത്തിൽ നിന്നും ജനങ്ങളുടെ ഒരു പൾസ് മനസ്സിലാക്കുന്നത്. വലിയ നിലയിൽ മുമ്പോട്ട് പോയി. എതിർ കാൻഡിഡേറ്റ്സ് ഒക്കെ കളത്തിലിറങ്ങുന്നതിലുമൊക്കെ താമസിച്ചതൊക്കെ ഞങ്ങൾക്ക് വളരെയധികം സഹായകരമായി. അവർക്കുള്ളിലെ അന്തഛിദ്രങ്ങൾ ഞങ്ങൾക്ക് നല്ല ഗുണകരമായി. ഒപ്പം ഈ ഡെവലപ്മെന്റ് ഉയർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നു. പാർട്ടി സംഘടനാ സംവിധാനം, മുന്നണി സംഘടനാ സംവിധാനം ബൂത്ത് തലത്തിൽ വളരെ കൃത്യതയോടെ, വളരെ ചിട്ടയോടെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. എല്ലാ രംഗത്തും പ്രവർത്തകരുടെ വലിയൊരു ആവേശം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതലാണെന്നാണ് ഗ്രൗണ്ടിൽ നിന്ന് മനസ്സിലാകുന്നത്. മത്സരമില്ല എന്ന് പറഞ്ഞു. അതൊരു അമിത ആത്മവിശ്വാസമാണോ? അല്ല, മത്സരം ഇതുവരെ ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടില്ല. തുടങ്ങിയെന്ന് വെച്ചാൽ സതീഷ് കൊച്ചുപറമ്പിൽ അങ്ങനെ കാണുന്നില്ല എന്നാണോ സ്ഥാനാർത്ഥി? അങ്ങനെയല്ല ഞാൻ പറഞ്ഞ, അവർ സ്ഥാനാർത്ഥി എന്നൊക്കെ പറയുമ്പോൾ ഗ്രൗണ്ടിൽ നിങ്ങൾ കോന്നിയിലെ ഏതെങ്കിലും സ്ഥലത്ത് ചെന്ന ഈ പ്രചരണമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇതുവരെ കാണുന്നില്ലല്ലോ. അത് തന്നെയല്ല, അവരൊരു പ്രവർത്തകരാകെ ഇന്നലെ ഒരു തിരുവല്ലയിൽ നിന്ന് വന്ന അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് തിരുവല്ലയിൽ നിന്ന് വന്ന് ഒരു 70 ആളുകൾ വന്ന് ഇവിടെ ഒരു 2 വീലർ റാലി സംഘടിപ്പിച്ചതിനപ്പുറത്തേക്ക് ഇതുവരെ കോന്നി അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ പിന്തുണ കോൺഗ്രസിൻ്റെ അനുഭാവികളും അണികളിൽ നിന്നും ധാരാളമായി ലഭിക്കുന്നു. BJPയുടെ അണികളിൽ നിന്നും അവരുടെ ഭാഗത്തു നിന്നും വലിയ അനുഭാവികൾ, അവരുടെ പ്രവർത്തകരല്ല അനുഭാവികൾ, അവരുടെയൊക്കെ നല്ലൊരു സഹായം ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അനുകൂലമായി ഉണ്ടാകും എന്നതാണ് ഗ്രൗണ്ടിൽ നിന്ന് ലഭിക്കുന്ന ഒരു പൾസ്. അപ്പോൾ അത് റൗണ്ട് കഴിഞ്ഞു. 2ാം റൗണ്ടിൽ ഇപ്പോൾ മലയാളം മൊത്തം തീർക്കണ്ടേ? തീർച്ചയായും. ഞാൻ 5 വർഷവും ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ ഉണ്ടായിരുന്നു. ഈ മേഖലയുടെ ഓരോ പ്രദേശത്തും പരിചയപ്പെടേണ്ട ആവശ്യമില്ല. ഈ നാട്ടിൽ തന്നെ ജീവിക്കുന്ന ആള് എന്ന നിലയിൽ അവർക്കൊപ്പം നിൽക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ എല്ലാ സുഖങ്ങളിലും ദുഃഖങ്ങളിലുമെല്ലാം അവർക്കൊപ്പം നിന്നതിൻ്റെ ഒരു വലിയ പിന്തുണ കൂടി, ഡെവലപ്മെന്റിനപ്പുറമായി ഏത് രാത്രിയിലും അവർക്കൊപ്പം ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു പിന്തുണ കൂടി അവരുടെ ഭാഗത്ത് നിന്ന്. ജനീഷ് കുമാറിന്റെ അവകാശവാദത്തെ തള്ളി UDF സ്ഥാനാർത്ഥി സതീഷ് കൊച്ചുപറമ്പിൽ രംഗത്തെത്തി. പത്തനംതിട്ട കളക്ടറേറ്റിലെത്തി ഡെപ്യൂട്ടി കളക്ടർ ദിലീപ് കുമാറിന് അദ്ദേഹം പത്രിക സമർപ്പിച്ചു. അത് LDF സ്ഥാനാർത്ഥിയുടെ പ്രതികരണമല്ലേ, ജനത്തിൻ്റെ അല്ലല്ലോ. ജനങ്ങളൊന്നും അവിടെ വോട്ട് ചെയ്യുന്നത്. സ്ഥാനാർത്ഥികൾക്ക് എല്ലാവർക്കും ശുഭപ്രതീക്ഷയുണ്ടെന്നല്ല പറയുന്നത്. ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച അന്നു മുതൽ തന്നെ കോന്നി നിയോജക മണ്ഡലത്തിൽ UDFൻ്റെ നേതാക്കന്മാരും പ്രവർത്തകരും എല്ലാം തന്നെ വളരെ ആത്മവിശ്വാസത്തോടുകൂടി ശുഭപ്രതീക്ഷയോടുകൂടിയാണ് പ്രവർത്തനം ആരംഭിച്ചത്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ റോഡ് ഷോ ഒരു കാലത്തും ഉണ്ടാകാത്ത വിധം പങ്കാളിത്തത്തോടുകൂടി എല്ലാ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും പങ്കെടുത്ത റോഡ് ഷോ നടത്തി. നാളെ UDFൻ്റെ നിയോജക മണ്ഡലം കൺവെൻഷനാണ് നടത്തിയത്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് അവസാനമാണെങ്കിലും LDFൻ്റെ കൺവെൻഷൻ ഇതുവരെ നടന്നിട്ടില്ല. അപ്പം ആർക്കാണ് പ്രവർത്തനങ്ങൾ മോശം? LDFനാണോ UDFനാണോ?
തിരുവല്ലയിൽ നിന്ന് 70 പേരെ കൊണ്ടുവന്ന് ഓഫീസ് നടപ്പിലാക്കിയാണ് പറഞ്ഞത്. തിരുവല്ലയിൽ നിന്നല്ല, കോന്നിയിലെ തന്നെ അടുത്ത് തിരുവല്ലയിൽ നിന്ന് വരേണ്ട കാര്യമില്ല. അടൂർ പ്രകാശ് ബന്ധപ്പെട്ടോ എന്ന് പ്രചാരണത്തിൽ അടൂർ പ്രകാശ് ആണ് നാളത്തെ UDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത്. അദ്ദേഹം തന്നെയാണ് ആ ഡേറ്റ് തന്നത്. അദ്ദേഹം മുഴുവൻ സമയവും ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക്. ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിലും പത്രിക സമർപ്പണം സജീവമായിരുന്നു. റാന്നിയിൽ LDF സ്ഥാനാർത്ഥി പ്രമോദ് നാരായണനും അടൂരിൽ LDF സ്ഥാനാർത്ഥി പ്രജി കണ്ണനും പത്രിക നൽകി. തിരുവല്ലയിൽ UDF സ്ഥാനാർത്ഥി വർഗീസ് മാമനും സ്ഥാനാർത്ഥി അനൂപ് ആന്റണിയും പത്രിക സമർപ്പിച്ച് പ്രചരണ രംഗത്തേക്ക് സജീവമായി കഴിഞ്ഞു. അടുത്ത ദിവസങ്ങളിൽ സൂക്ഷ്മ പരിശോധന പൂർത്തിയാകുന്നതോടെ ജില്ലയിൽ പ്രചരണം കൂടുതൽ ശക്തമാകും. മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക. അറിഞ്ഞില്ലേ, അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത. അലങ്കാർ ബുധനാഴ്ച ചന്ത. പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു. ഫ്രഷ് ഐറ്റം, ഒപ്പം വിലക്കുറവും. എല്ലാത്തരം പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, അരി, വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് 50% കൂടുതൽ വിലക്കുറവ്. അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത്. അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ. അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, പത്തനംതിട്ട, കോന്നി, ചങ്ങനാശ്ശേരി.